ഹായ് ബച്ചോ, ആപ് കൈസേ ഹായ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഉറുദു അക്ഷരങ്ങളും അവ വെച്ചുള്ള വാക്കുകളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോഴേ നമുക്ക് ഇന്ന് നമ്മുടെ 4ാമത്തെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതുവരെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ടാവുമായിരിക്കും. ഒയിൻ വരെ നമ്മൾ പഠിച്ചു അല്ലേ? ഒയിൻ വരെയുള്ള അക്ഷരവും അതുവരെയുള്ള വാക്കുകളും അത് വെച്ചുള്ള വാക്കുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അക്ഷരങ്ങൾ, ഉറുദു അക്ഷരമാലയിലെ ബാക്കിയുള്ള അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ പഠിക്കാം. നിങ്ങളെല്ലാവരും ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മനസ്സിലാവും നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന്. നോക്കൂ. കണ്ടോ? എന്താ കണ്ടത്? ന്യൂസാണല്ലേ? ന്യൂസാണ് കണ്ടത്. അത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നോക്കൂ, ഇതിൽ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയാണ്? ഏത് ഭാഷയാണ്? ഉറുദു ആണല്ലേ? ഉറുദു ആണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജേർണലിസം ഒക്കെ എടുക്കാമെന്നൊക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അറിയണമല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട ചാനലുകളുണ്ടോ എന്നൊക്കെ. വേണ്ടേ? ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നമ്മുടെ ചാനലുകളുണ്ട്, ഉറുദു ചാനലുകളുണ്ട്. അവയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് ഇത് പരിചയപ്പെടുത്തി തന്നതിന് ശേഷം നിങ്ങൾ ടി വിയോ മൊബൈലോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ ചാനലുകളുടെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടല്ലോ. നമ്മൾ കണ്ടില്ലേ, മലയാളത്തിലൊക്കെ എഴുതുന്നത് പോലെ ഇവിടെ നോക്കൂ, ഉറുദുവിൽ എഴുതിയിരിക്കുന്നു. കാണുന്നില്ലേ? നമ്മുടെ ന്യൂസ് അവതരിപ്പിക്കുന്നതും ഉറുദുവിലാണ്, അവ എഴുതി കാണിക്കുന്നതും ഒക്കെ ഉറുദുവിലാണ്. അപ്പം ഈ ചാനലിൻ്റെ പേരെന്താ? ന്യൂസ് 18 ഉറുദു. ന്യൂസ് 18 ഉറുദു ആണ് ഈ ചാനൽ. ഇനി നമുക്ക് അടുത്ത ചാനൽ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രസിദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള കുറച്ച് ഉറുദു ചാനലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഇതാ കണ്ടല്ലോ, ഈ ചാനലിൻ്റെ പേരാണ് ETV ഉറുദു. ETV ഉറുദു. ഇതിൽ 5 മിനിറ്റ് 25 ഖബറേ കണ്ടോ, 5 മിനിറ്റിൽ 25 വാർത്തകൾ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചാനൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ന്യൂസ് 18 ഉറുദു. അടുത്തതാണ് ഏത്? ETV ഉറുദു. അടുത്തത് ഇതാ നോക്കൂ, സലാം TV. സലാം TVയും ഇതാ കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്ത്യാസ് നമ്പർ 1 ഉറുദു ന്യൂസ് ചാനൽ ഓഫ് ഇന്ത്യ. കണ്ടല്ലോ. അടുത്തത് നോക്കൂ, അടുത്തത് ന്യൂസ് 18 ഉറുദു. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത് കേട്ടോ. ന്യൂസ് 18 ഉറുദു ഈസ് ആൻ എക്സ്ക്ലൂസീവ് ഉറുദു ന്യൂസ് ചാനൽ ഓൺ യൂട്യൂബ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ? അപ്പോൾ നോക്കൂ, നമുക്ക് ചാനലുകളിലൊക്കെ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ ടി വി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അടുത്തത് നോക്കൂ, DD ഉറുദു. DD ഉറുദു കേട്ടോ. ഇത് എപ്പോഴാണ്? 2006 നിലവിൽ വന്നത് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ നോക്കണം. അടുത്തത് നോക്കൂ, ആലമി സഹാറ. ആലമി സഹാറ എന്ന് പറയുന്നത് ഒരു 24 ഹവേഴ്സ് ഉറുദു ന്യൂസ് ചാനലാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് നാഷണൽ ഉറുദു ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതാ തഹസീബ് TV. തഹസീബ് TVയും നമ്മുടെ ഉറുദു ഭാഷയും കൾച്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല ചാനലാണ്. അപ്പോൾ കുറേ ചാനലുകൾ ഒരു 5-6 ചാനലുകൾ നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഉറുദു നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ഫേ വെച്ചാണല്ലോ പഠിക്കാൻ തുടങ്ങുന്നത്. ഫേ വെച്ചാണ് പഠിക്കാൻ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഫേ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് ഫവ്വാറ. ഫവ്വാറ എന്ന് പറഞ്ഞാൽ എന്താ? തടാകം. ഇതെന്താ വായിക്കാം? ഫവ്വാറ. ഫവ്വാറയിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതെ, ഒന്ന് ഫേ ആണ്, പിന്നെ വാവാണ്. വാവ് ഒരു വാവാണോ ഉള്ളത്?
അല്ല, 2 വാവുണ്ട്. ഈ ഷദ് വന്നിരിക്കുന്നത് 2 വാവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫേ പ്ലസ് വേ പ്ലസ് ഫേ പ്ലസ് വാവ് പ്ലസ് അലിഫ്, പിന്നെയാണ് റേ, പിന്നെ ഹേ. അപ്പോൾ ഫവ്വാറയിൽ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്? 6 അക്ഷരങ്ങളുണ്ട് കേട്ടോ. ഫവ്വാറ. എന്താണ്? ഫവ്വാറ. അടുത്ത വാക്കാണ് ഫുട്ബോൾ. ഫുട്ബോൾ നമ്മൾ അറിയാലോ, ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോളിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഫുട്ബോളിലും അതുപോലെ തന്നെ 5 അക്ഷരങ്ങളുണ്ട് അല്ലേ? ഫുട്ബോളിൽ 5 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫേ ഉണ്ട്, ടേ ഉണ്ട്, ബേ ഉണ്ട്, അലിഫ് ഉണ്ട്, ലാമുണ്ട്. ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കാം അല്ലേ? ഫേ പ്ലസ് ടേ പ്ലസ് ബേ പ്ലസ് അലിഫ് പ്ലസ് ലാമ്, ഇത്രയും ചേർന്നതാണ് ഫുട്ബോൾ. അപ്പോൾ അടുത്ത വാക്ക് ഫേ വെച്ചിട്ടുള്ള അടുത്ത വാക്കാണ് ഫോൺ അല്ലേ? ഫോൺ. ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്? വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊക്കെയാ? ഫേ പ്ലസ് വാവ് പ്ലസ് നൂന് ചേർന്നതാണ് ഫോൺ കേട്ടോ. ഫോൺ. നമ്മുടെ ഫേ കഴിഞ്ഞു. അടുത്ത അക്ഷരം കാഫാണ് അല്ലേ? കാഫാണ്. കാഫ് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് നമ്മുടെ കലം അല്ലേ? പേനയെ പറയുന്ന വാക്കാണ് കലം. എങ്ങനെയാണ് എഴുതുന്നത്? കാഫ് പ്ലസ് ലാമ് പ്ലസ് മീമ്, ഇത്രയും ചേർന്നതാണ് കലം എന്നുള്ള വാക്ക്. സിമ്പിളല്ലേ? കലം പഠിച്ചു അല്ലേ? അപ്പം കലം ഇടാനുള്ള ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, കലം ഇടാനുള്ള ബോക്സ്, അതിനെയാണ് നമ്മൾ കലം ദാൻ എന്ന് പറയുന്നത്. കലം ദാൻ, പെൻ ബോക്സ്. കലമിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചതാണ്? അതിൽ ദാൻ എന്നുള്ളതിലും ദാലും അലിഫും നൂനും ചേർന്നതാണ്. അപ്പം കലം ദാൻ എന്ന് പറഞ്ഞാൽ പെൻ ബോക്സ് ആണ്. അപ്പോൾ കാഫ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ വാക്കും കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ വാക്ക് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാഫ് വെച്ചിട്ടുള്ള മൂന്നാമത്തെ വേർഡ് ഇതാ. എന്താണിത്? സിസേഴ്സ് ആണ് അല്ലേ? കത്രികയാണ്. കത്രികയെ നമ്മൾ പറയുന്ന വാക്കാണ് കൈഞ്ചി. എന്താണ്? കൈഞ്ചി. അപ്പോൾ കൈഞ്ചി എന്നുള്ള വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. കാഫ് പ്ലസ് എ പ്ലസ് നൂന് പ്ലസ് ചേ പ്ലസ് എ, ഇത്രയും ചേർന്നതാണ് കൈഞ്ചി എന്നുള്ള വാക്ക്. അപ്പോൾ നമ്മൾ കത്രികയെ ഉറുദുവിൽ എന്താ പറയുന്നത്? കൈഞ്ചി കേട്ടോ. അടുത്തത് നമ്മുടെ സാധാരണ കാഫ്. നമ്മുടെ ഈ കാ ഉണ്ടല്ലോ, കാ വെച്ചിട്ടുള്ള വാക്കാണ് കേട്ടോ. ഈ കാ, മലയാളത്തിലെ കാ, ഇത് വെച്ചുള്ള വാക്കാണ് കുർസി. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കസേര അല്ലേ? കുർസിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാ? കാഫ്, റേ, സീൻ, യേ, ഇത്രയും ചേർന്നതാണ് കുർസി എന്നുള്ള വാക്ക്. കുർസി. അടുത്ത കാഫ് വെച്ചിട്ടുള്ള വാക്ക് നോക്കൂ. അടുത്തത് ആരാ നമ്മുടെ ചിത്രത്തിൽ? ഒരു പ്രാവാണ് അല്ലേ? പ്രാവിനെ നമ്മൾ പറയുന്ന വാക്കാണ് കബൂത്തർ. കബൂത്തറിൽ ഏതൊക്കെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് നോക്കിയാലോ? കാഫ്, ബേ പ്ലസ് വാവ് പ്ലസ് തേ പ്ലസ് റേ. ഇതാണ് നമ്മുടെ കബൂത്തർ. റേ ആണ് കേട്ടോ, കബൂത്തർ. അടുത്തത് നമ്മുടെ ചിത്രത്തിൽ കാണുന്ന ആളാണ് അല്ലേ? കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ പറയുന്ന ഉറുദു വേർഡ് എന്താ? കരേല. എന്താണ്? കരേലയിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? കാഫ് പ്ലസ് റേ പ്ലസ് എ പ്ലസ് ലാമ് പ്ലസ് അലിഫ്. ഇതാണ് കരേല എന്നുള്ള വാക്ക്. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം കേട്ടോ. അടുത്ത
വാക്കും അടുത്ത അക്ഷരവും പരിചയപ്പെടാം. ഏതാണ് അടുത്ത അക്ഷരം? ഗാഫ്. അടുത്ത അക്ഷരം ഗാഫ്. ഗാഫ് വെച്ചിട്ടുള്ള വേർഡാണ് ഗുലാബ്. ഗുലാബ്, പൂക്കളുടെ രാജാവ് അല്ലേ, ഗുലാബ്. റോസാപ്പൂവ്, റോസാപ്പൂവിനെ പറയുന്ന ഉറുദു വേർഡാണ് ഗുലാബ്. എങ്ങനെയാണ് ഗുലാബ് എഴുതുക നോക്കാം. ഗാഫ് പ്ലസ് ലാമ് പ്ലസ് അലിഫ് പ്ലസ് ബെ. ഇതാണ് എന്ത്? ഗുലാബ്. ഗുലാബ് കേട്ടോ. ഗുലാബ് 4 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കാണ്. നമ്മൾ ഗാഫ് വെച്ചിട്ട് ഒരു പൂവിൻ്റെ പേര് തന്നെയാണ് പഠിക്കുന്നത്. ഏതാണ് പൂവ്? നമ്മുടെ മേരിഗോൾഡ് അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്നൊക്കെ പറയും അല്ലേ. ചെണ്ടുമല്ലി എന്ന് പറയുന്ന പൂവാണ് നമ്മൾ എന്താ പറയുക? ഗേന്ദ. എന്താ പറയുക? ഗേന്ദ. ഗേന്ദ. ഗേന്ദയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത് നോക്കിയാലോ. ഗാഫ് പ്ലസ് എ പ്ലസ് നൂന് പ്ലസ് ദാല് പ്ലസ് അലിഫ്. ഇതാണ് എന്ത്? ഗേന്ദ. ഗേന്ദ. ഇതിൽ ഈ ഗേന്ദയിലെ ഈ അലിഫിനെ നമ്മൾ ഒഴിവാക്കിയാലുണ്ടല്ലോ അത് ഗേന്ത് എന്നായി മാറും. ഗേന്ദയിലെ ഈ അലിഫില്ലേ, ഈ അലിഫിനെ മാറ്റിക്കഴിഞ്ഞാൽ ഗേന്ത് എന്നാവും. വെറും ഗേന്ദാണെങ്കിൽ അതെന്തായി? അർത്ഥം മാറിയിട്ടോ. വെറും ഗേന്ദാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബോളില്ലേ, ബോളിനെ പറയുന്ന വാക്കാണ് ഗേന്ത്. അതിലൊരു അലിഫ് വന്നു കഴിഞ്ഞാലോ ചെണ്ടുമല്ലി എന്നുള്ള അർത്ഥവുമായിട്ടോ. അടുത്ത ഗാഫ് വെച്ചുള്ള വാക്കാണ്, നമ്മുടെ ഇവിടെ ഒരു സുന്ദരി പാവക്കുട്ടി ഇവിടെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ പാവക്കുട്ടിയെ പറയുന്ന പേരാണ് നമ്മൾ പഠിക്കുന്നത് ഗുഡിയ. ഗുഡിയ. എന്താ? ഗുഡിയ. ഗുഡിയ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാലോ. ഗുഡിയയിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ഗാഫ്, ഡേ പ്ലസ് എ പ്ലസ് അലിഫ്. ഇതാണ് എന്ത്? ഗുഡിയ. എന്താ? ഗുഡിയ. വായിക്കാൻ കിട്ടുന്നില്ലേ? അപ്പം നമ്മുടെ ഗാഫ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ലാമ് വെച്ചിട്ടുള്ള വാക്കാണ്. ലാമ് വെച്ചിട്ടുള്ള വാക്ക് ലേമു. ലേമു. എന്താ ലേമു എന്ന് പറഞ്ഞാൽ? ലൈം അല്ലേ, അഥവാ നാരങ്ങ. നാരങ്ങയെ പറയുന്ന വാക്കാണ് ലേമു. ലേമു എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയാലോ. ലാമ് പ്ലസ് എ പ്ലസ് മീമ് പ്ലസ് വാവ്. ഇതാണ് എന്ത്? ലേമു എന്നുള്ള വാക്ക് കേട്ടോ. ലേമു. അടുത്ത ലാമ് വെച്ചുള്ള വാക്കാണ് ലോമടി. ലോമടി അല്ലേ. ലോമടി എന്ന് പറഞ്ഞാൽ ആരാണ്? കുറുക്കൻ. കുറുക്കനെ പറയുന്ന ഉറുദു വേർഡാണ് ലോമടി. അപ്പോൾ ലോമടി എങ്ങനെ എഴുതുന്നത്? ലോമടിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ലാമ് പ്ലസ് വാവ് പ്ലസ് മീമ് പ്ലസ് ഡേ പ്ലസ് എ ചേർന്നതാണ് ലോമടി. എന്താ? ലോമടി. അടുത്ത വാക്ക്, അടുത്ത ലാമ് വെച്ചുള്ള വാക്കാണ് ലഡു. ലഡു ചിത്രത്തിൽ തന്നെ ഉണ്ട് അല്ലേ, നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ലഡു. ലഡു. ലഡു എങ്ങനെ എഴുതുന്നത്? ലാമ് പ്ലസ് ഡേ പ്ലസ് വാവ്. ഇതാണ് എന്ത്? ലഡു. ലഡു എന്നുള്ള വാക്ക് കേട്ടോ. അടുത്തത് നമ്മുടെ മീമാണ് അല്ലേ. മീമ്. മീമ് വെച്ചിട്ടുള്ള ആദ്യത്തെ വേർഡാണ് മച്ചലി. മച്ചലി. മച്ചലി എന്ന് പറഞ്ഞാൽ എന്താ? മച്ചലി ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. മച്ചലി മീൻ. മീനിനെ പറയുന്ന ഉറുദു വേർഡാണ് മച്ചലി. മച്ചലിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഉള്ളത് നോക്കിയാലോ. മീമ് പ്ലസ് ചേ പ്ലസ് ഹേ പ്ലസ് ലാമ് പ്ലസ് എ. അപ്പോൾ ഇതിൽ ഈ ഹ എന്താ ഉച്ചരിച്ചില്ല എന്ന് പറയും അല്ലേ. ഈ ഹ നമ്മൾ ഉച്ചരിക്കാറില്ല കേട്ടോ. ഇത് നമ്മൾ ഉച്ചരിക്കാറില്ല. ഇത് നമ്മൾ ദോചഷ്മ എന്നും പറയാറുണ്ട്. ഇതിന് നമ്മൾ ഉച്ചരിക്കാറില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ അക്ഷരത്തിനെ കനപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ. കനപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, കനപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ദോചഷ്മ കേട്ടോ. അപ്പോൾ മച്ചലി. എന്താണ്? മച്ചലി. അപ്പോൾ ഈ ചാ എന്തായി മാറുകയാണ് ശരിക്കും ഇവിടെ? നമ്മൾ സാധാരണ ചാ പോയി ഇങ്ങനത്തെ ചാവും കേട്ടോ. മച്ചലി. അതേസമയം ഷദ് വന്നു കഴിഞ്ഞാലോ അത് ഇങ്ങനെയായി മാറും. ഈ സാധാരണ ചായയിൽ ഷദ് വന്നാൽ അത് ഇങ്ങനെ ച ആകും. അത് ഇരട്ടിക്കലാണ്. അതേസമയം ഇതെന്താ ചെയ്യുന്നത്? കനപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ച എന്നായി മാറും.
അപ്പം മച്ചലി. അടുത്ത വാക്കാണ് മുർ ആ. എന്താ? മുർ ആ. മുർ ആ അല്ല കേട്ടോ, മുർ ഇ ആണേ. മുർ ഇ ടൈപ്പ് ചെയ്തതിലുള്ള മിസ്റ്റേക്കാണ്. മുർ ആ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണ്. ഇത് പെടക്കോഴിയാണ്. പെടക്കോഴിയെ നമ്മൾ മുർ ഇ എന്നാണ് പറയുക. മുർ ഇ. അപ്പോൾ മുർ ആ എന്ന് പറഞ്ഞാൽ പൂവനാവും, പൂവൻ കോഴിയാണ്. അതേപോലെ മുർ ഇ എന്ന് പറഞ്ഞാലോ പിടക്കോഴിയാണ്. അപ്പോൾ 2 വാക്കുകൾ നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നോക്കിയാലോ. ഈ മുർ ഇ ആണ് ചിത്രം കൊടുത്തിരിക്കുന്നത് കേട്ടോ. മുർ ഇ പിടക്കോഴിയാണ്. അതേപോലെ മുർ ആ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണ്. അപ്പം അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മീമ്, റേ, പിന്നെ നമ്മുടെ ഓയിന് കേട്ടോ, കുത്തുള്ള ഓയിന്, പ്ലസ് അലിഫ്. ഇത് ചേർന്നാൽ മുർ ആ എന്നാവും. അതേപോലെ ഈ ഓയിനിന് പകരം അവിടെ യാ ചേർന്നാലോ മുർ ഇ എന്നാവും. മനസ്സിലായില്ലേ? അപ്പോൾ മുർ ആ പൂവൻ, മുർ ഇ പിടക്കോഴി. വാക്കാണ് അടുത്ത വാക്ക് മിർച്ച്, മുളക്. മിർച്ച് എന്ന് പറഞ്ഞാൽ മുളക്. നോക്കൂ, മീമ് പ്ലസ് റേ പ്ലസ് ചേ ചേർന്നതാണ് നമ്മുടെ മിർച്ച്. എന്താ? മിർച്ച്. ഓക്കെ. അടുത്തത് നമ്മുടെ നൂന് വെച്ചിട്ടുള്ള വാക്കാണ് കേട്ടോ. നൂന് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് ചിത്രത്തിൽ കാണുന്ന നമ്മുടെ തെങ്ങിനെ പറയുന്ന വാക്ക്. നാരിയൽ കാ പേട്. നാരിയൽ കാ പേട്. നാരിയൽ കാ പേട്. നാരിയൽ കാ പേട് എന്ന് പറഞ്ഞാൽ എന്തായി? തെങ്ങ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. നൂന് പ്ലസ് അലിഫ് പ്ലസ് റേ പ്ലസ് യേ പ്ലസ് ലാമ്. നാരിയൽ. കായിൽ ഏതൊക്കെ വന്നു? കാഫ് പ്ലസ് അലിഫ്. ഓക്കെ. പേടിലോ പേ പ്ലസ് യേ പ്ലസ് ഡേ ചേർന്നതാണ് പേട്. അപ്പം നാരിയൽ കാ പേട്, തെങ്ങ്. ഈ വെറും നാരിയൽ വന്നാൽ എന്തായി? തേങ്ങയാവും കേട്ടോ. വെറും നാരിയൽ ആണെങ്കിൽ അത് തേങ്ങയായി മാറും. നാരിയൽ കാ പേടെന്ന് വരുമ്പോഴാണ് എന്തായി മാറുന്നത്? തെങ്ങായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് 2 വാക്ക് കിട്ടി. ഒന്ന് നാരിയൽ കാ പേടും, അടുത്തത് നാരിയലും. അടുത്ത വാക്കാണ് നൽ. നൽ എന്ന് പറഞ്ഞാൽ എന്താ? ടാപ്പ്. നൽ ടാപ്പ് അല്ലേ. നൽ. അതിലേതൊക്കെ അക്ഷരങ്ങളാണ്? നൂന് പ്ലസ് ലാമ്. 2 അക്ഷരമേ ഉള്ളൂ. നൽ. ഓക്കെ. അടുത്ത വാക്കാണ് നദി ഒഴുകുന്നത് കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഉറുദുവിൽ നദിയെ പറയുന്നത് നദി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കിയാലോ. നോക്കാം. നൂന് പ്ലസ് ദാല് പ്ലസ് യേ ചേർന്നതാണ് നദി എന്നുള്ള വാക്ക് കേട്ടോ. നദി തന്നെ. അടുത്ത അക്ഷരം വാവാണ്. വാവ് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് വാദി എന്ന് പറഞ്ഞാൽ വാല്യൂ അല്ലെങ്കിൽ താഴ്വര എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് വാദി. എങ്ങനെയാണ്? വാദിയിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് നമുക്ക് നോക്കിയാലോ. നോക്കാം. വാവ് പ്ലസ് അലിഫ് പ്ലസ് ദാല് പ്ലസ് യെ. ഇതാണ് നമ്മുടെ വാദി എന്നുള്ള വാക്ക് കേട്ടോ. വാദി. അടുത്തത് വർസഷ്. എന്താ വർസഷ് എന്ന് പറഞ്ഞാൽ? വർസഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് പറയില്ലേ, എക്സസൈസിനെയാണ് നമ്മൾ വർസഷ് എന്ന് പറയുന്നത്. വർസഷ് ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ. ഇതിൽ നമുക്ക് വേറെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം എല്ലാം സ്പ്ലിറ്റ് ചെയ്താണ് കിടക്കുന്നത്. വാവും റേയും സേയും ഷീനും ചേർന്നതാണ് വർസഷ് എന്നുള്ള വാക്ക്. വർസഷ്. അടുത്ത വാക്ക് വക്ത് എന്നാണ് കേട്ടോ. വക്ത് എന്ന് പറഞ്ഞാൽ സമയം. ക്ലോക്കിൻ്റെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേതാ സമയം? 3 മണിയായിട്ടുണ്ടല്ലേ. അപ്പോൾ വക്ത് സമയത്തിനെയാണ് നമ്മൾ വക്ത് എന്ന് പറയുന്നത്. 3 അക്ഷരങ്ങളാണുള്ളത്. വാവും കാഫും തേയും ചേർന്നതാണ് വക്ത്. അടുത്തത് നമ്മുടെ ഹേ എന്ന അക്ഷരമാണ്. അക്ഷരമാലയിലെ ഹേ എന്ന അക്ഷരമാണ്. ഇതാണ് നമ്മുടെ ഹേ. ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ.
ഇങ്ങനത്തെ ഹേ ആണ് കൂട്ടി എഴുതുന്ന സമയത്ത് ഈ രീതിയിലേക്കായി മാറുന്നത്. ഹേ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ നമ്മുടെ ഇന്ത്യയെ പറയുന്ന വാക്കാണ് ഹിന്ദുസ്ഥാൻ. ഈ ഹിന്ദുസ്ഥാനിൽ ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്ന് ഈ ഹേ പ്ലസ് നൂന് പ്ലസ് ദാല് പ്ലസ് വാവ് പ്ലസ് സീന് പ്ലസ് തേ പ്ലസ് അലിഫ് പ്ലസ് നൂന്. അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ ചേർന്നതാണ് ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക്. ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാൻ. ഓക്കെ, അടുത്ത വാക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മുടെ ആനക്കുട്ടി അല്ലെങ്കിൽ ആനയെ പറയുന്ന വാക്കാണ് ഹാത്തി. ഹാത്തി, ഹാത്തി, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ഒന്ന് ഹേ ആണ്, പിന്നെ അലിഫാണ്, പ്ലസ് തേ ആണ്, പിന്നെ നമ്മുടെ ദോചഷ്മയാണ്, പിന്നെയോ യ കേട്ടോ, യേ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നമ്മുടെ ഹാത്തി എന്നുള്ള വാക്ക്. ഈ ഹ എന്തിനുള്ളതാണ്? കനപ്പിക്കാനുള്ളതാണ് അല്ലേ, കനപ്പിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹാത്തി, ഹാത്തി. ഹേ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് ഹിരൺ. ഹിരൺ, മാൻ. മാനിനെ പറയുന്ന വാക്കാണ് ഹിരൺ. നമുക്കറിയാം ഹിന്ദിയിലാണെന്നുണ്ടെങ്കിലും ഹിരണും ഹാത്തിയും ഒക്കെ അത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഉറുദുവും ഹിന്ദിയും സഹോദര ഭാഷകളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഉറുദു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദിക്കും ഉപകാരമാണ് കേട്ടോ. രണ്ടും ഒരേത് തന്നെയാണ് പറയുക, എഴുത്തിൽ മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഹിരൺ എങ്ങനെ എഴുതുന്നത്? ഹേ റേ പ്ലസ് നൂന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹിരൺ. ഹിരൺ. അപ്പോൾ ഹേ വെച്ചിട്ടുള്ള 3 വാക്കുകളും കഴിഞ്ഞു. അടുത്ത അക്ഷരത്തിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മുടെ യേ എന്നുള്ള അക്ഷരമാണ്. നമ്മുടെ യേ അല്ലേ, ഇങ്ങനെയും എഴുതും, അതുപോലെ തന്നെ ഇങ്ങനെയും എഴുതും. യേ എന്ന് വെച്ചിട്ടുള്ള വാക്കാണ്, യേ എന്ന അക്ഷരം വെച്ചുള്ള വാക്ക് യക്ക. യക്ക, യക്ക എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയാണ് പറയുന്നത് യക്ക. അപ്പോൾ ഈ യക്കയിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നിട്ടുണ്ട്? യേ പ്ലസ് കാഫ് പ്ലസ് ഹാ. യക്ക, യക്ക കേട്ടോ. യക്ക, കുതിരവണ്ടി. അപ്പോൾ ഈ ഹായാണ് ഈ രീതിയിലേക്കായി മാറുകയെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യക്ക കേട്ടോ. അടുത്ത യേ വെച്ചിട്ടുള്ള വാക്ക് ഒരു കളി ഉപകരണമാണ് അല്ലേ, നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് യോ യോ. യോ യോ ഇത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. യോ യോ. യോയോയിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? അതെ, യേ പ്ലസ് വാവ്, പിന്നെ വീണ്ടും യേ വന്നു, പിന്നെ വീണ്ടും വാവ്. ഇതാണ് യോ യോ. യോ യോ കേട്ടോ. യോയോ എന്നുള്ള വാക്ക് സിമ്പിളല്ലേ, യോയോ. നമ്മൾ കളിയുപകരണം അല്ലാണ്ട് പിന്നെ ചില ഇംഗ്ലീഷിലൊക്കെ അല്ലേ ചില സമയങ്ങളിൽ പറയാറുണ്ട് യോയോ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. യോയോ ബോയ്സ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. യോയോ കേട്ടോ. അടുത്ത യേ വെച്ചുള്ള വാക്കാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന മുല്ലപ്പൂവ് അല്ലേ. മുല്ലപ്പൂവിനെ പറയുന്ന വാക്കാണ് യാസ്മീൻ. യാസ്മീൻ കേട്ടോ. യാസ്മീൻ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്? യേ പ്ലസ് അലിഫ് പ്ലസ് സീന് പ്ലസ് മീമ് പ്ലസ് യേ പ്ലസ് നൂന്. അപ്പോൾ ഇതാണ് യാസ്മീൻ. യാസ്മീൻ എന്ന് പിരിച്ചെഴുതുകയാണെങ്കിൽ ഇത്രയും അക്ഷരങ്ങൾ ഇതിലുണ്ടാവും. അപ്പം മുല്ലപ്പൂവിനെ പറയുന്ന വാക്കാണ് യാസ്മീൻ കേട്ടോ. അടുത്തത് നമ്മുടെ ദോചഷ്മയാണ്. ദോചഷ്മ നമ്മൾ ആൽഫബറ്റ്സിൽ അത് കണ്ടില്ല അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരക്ഷരമുണ്ട്, ആ അക്ഷരം വാക്കുകളിൽ വന്നു കഴിഞ്ഞാൽ അവ സൈലൻ്റാണ്, പക്ഷേ അതിൻ്റെ ധർമ്മം എന്താ? ആ വാക്കിനെ കനപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അക്ഷരമാണ് ദോചഷ്മ. ദോചഷ്മ. ഇതിലേതാ ദോചഷ്മ എന്ന് പറയുന്നത്?
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതാണ് ദോ ചഷ്മ അല്ലേ? ഇതാണ് ദോ ചഷ്മ. അപ്പോൾ ഇത് ഗാഫാണ് നമുക്കറിയാം അല്ലേ? ഇത് റേ ആണ്. ഇതിൻ്റെ ഇടയിലാണ് ഈ ദോ ചഷ്മ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ വായിക്കും? ഇത് സാധാരണ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് വെറുതെ ആണെങ്കിൽ ഈ ഗായാണ് അല്ലേ? അപ്പോൾ ദോ ചഷ്മ വന്നപ്പോൾ ഈ ഗാ എന്ത് ചെയ്യാണ്? ഒന്നുകൂടി കനപ്പിക്കുകയാണ്. അപ്പോൾ എന്താവും? ഘ ഘ എന്നാവും. മനസ്സിലായോ? ഗർ ഗർ എന്താണ്? ഗർ. അപ്പോൾ ഇത് ഗഹർ എന്നല്ല നമ്മൾ വായിച്ചത്, കണ്ടില്ലേ? ഇതിന് നമ്മൾ ഗഹർ എന്നല്ല വായിച്ചത്, ഗർ എന്നാണ്. ഇതിനെ ഹാ എന്നും പറയും, ദോ ചഷ്മ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഗർ എന്താണ്? ഗർ ഗർ എന്നാണ് ഈ വാക്ക്. ഇതിൽ ഹ സൈലൻ്റ് ആണ്. ഓക്കെ. അടുത്ത നമ്മുടെ ദോ ചഷ്മ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് ജൂല. ജൂല കേട്ടോ. ജൂല ജൂല ഊഞ്ഞാലിനെ പറയുന്ന വാക്കാണ് ജൂല. അപ്പോൾ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? നമ്മുടെ ജീമ് പ്ലസ് ഈ ദോ ചഷ്മ പ്ലസ് വാവ് പ്ലസ് ലാമ് പ്ലസ് അലിഫ്. ജൂല 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 കേട്ടോ. ജൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. അടുത്ത വാക്കാണ് കേൽ. കേൽ. കഹേൽ എന്നല്ല വായിച്ചത്, മനസ്സിലായോ? ഖേൽ എന്നാണ് വായിച്ചത്. ഖേൽ ഖേൽ കേട്ടോ. ഖേൽ എന്ന് പറഞ്ഞാൽ കളി. ഖേൽ ഖേൽ എങ്ങനെയാണ് നമുക്ക് പിരിച്ചെഴുതുക? കാഫ് പ്ലസ് ദോ ചഷ്മ പ്ലസ് എ പ്ലസ് ലാമ് ചേർന്നതാണ് ഖേൽ. ഖേൽ കേട്ടോ. കളിയെ പറയുന്ന വാക്കാണ് ഖേൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് അക്ഷരത്തിൻ്റെ കൂടെ ഈ അക്ഷരം വന്നാലും, ഇത് വന്നാലും നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഉച്ചരിക്കില്ല. പകരം ഏതിലാണോ ആ വാക്ക് വന്നത്, അല്ലെങ്കിൽ ഏതിലാണോ ഈ അക്ഷരം വന്നത്, ആ അക്ഷരത്തിനെ നമ്മൾ ഒന്നും കൂടി കനപ്പിക്കുകയാണ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇപ്പോൾ കാൻ്റെ കൂടെ വന്നപ്പോൾ ഖേൽ എന്നാക്കി അല്ലേ? അതേപോലെ ഗാൻ്റെ കൂടെ വന്നപ്പോൾ ഘ എന്നാക്കി. അതേപോലെ ജായുടെ കൂടെ വന്നപ്പോൾ ഝൂല അല്ലേ? അതേപോലെ ചായയുടെ കൂടെ ആണെങ്കിലോ, ചീമിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ, ചേൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഛ എന്നാക്കും. എന്ന് വെച്ചാൽ സാധാരണ ചാ പോയിട്ട് ഇങ്ങനത്തെ ചായ ആവും. അതുപോലെ ഈ ഗായാണെന്നുണ്ടെങ്കിൽ അത് പോയി ഇങ്ങനെ ആവുന്നു. മനസ്സിലായോ? അതേപോലെ എല്ലാ അക്ഷരങ്ങളും ഇതിൽ കനപ്പിക്കാനാണ് ഈ ഹ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഹ അല്ലെങ്കിൽ ദോ ചഷ്മ എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത നൂൻ ഉന്ന വെച്ചിട്ടുള്ള വാക്കാണ് ഗാവോം. ഗാവോം